ഹലോ എല്ലാവർക്കും ഹലോ കിഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അംബികയാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? SRM റോഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് അംബികക്ക് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ? ഇല്ല, പക്ഷെ അംബികയുടെ സൗണ്ടിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. ഓക്കെ, ഇപ്പൊ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഇപ്പൊ ആരൊക്കെ ഉണ്ട് അവിടെ? ഓക്കെ, ഇപ്പൊ ചേച്ചിയുടെ പേരെന്താണ്? ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പൊ പാട്ട് പാടും അംബിക? എന്നൊരു പാട്ട് പാടിക്കോളൂ. ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി നിന്ന് പാടിക്കോളൂ കേട്ടോ. അത്ര അറിയുള്ളൂ. ഓക്കെ, ഇത് ആര് പഠിപ്പിച്ചു തന്നതാണ്? മിസ്, സ്കൂളിലെ മിസ് പഠിപ്പിച്ചതാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പിക്ചർ ക്വസ്റ്റ്യൻ ആയാലോ? ഓക്കെ, അപ്പൊ അംബികക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ ടി വിയിൽ വരും. ഇപ്പോൾ ശ്രദ്ധിച്ച് കണ്ടിട്ട് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ടി വിയിൽ ഇതാ പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. കീബോർഡ് ആണോ? ഉറപ്പാണോ? തെറ്റിപ്പോയാലോ? ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിക്കോളൂ. കറക്റ്റ് ആണല്ലേ? കീബോർഡ് ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സാറ്റർഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ അംബികയാണ് വിളിച്ചത്. അംബിക പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കീബോർഡ് ആയിരുന്നു എൻ്റെ ആൻസർ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഡാബ്യൂസ്. എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചി ഉണ്ടോ അടുത്തുനിന്ന്? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ്? ഡാബ്യൂസിനാണല്ലേ കോള് ഫസ്റ്റ് കിട്ടിയത്? ചേച്ചിക്കാണോ കിട്ടിയത്? എന്നിട്ട് അനിയന് ഫോൺ തന്നോ? തട്ടിപ്പറിച്ചെടുത്തു. ഓക്കെ, പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, അപ്പൊ ചേച്ചിയായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് എന്തിനാ? ആഹാ, ചേച്ചിക്ക് ഇരട്ടപ്പേരൊക്കെ ഉണ്ടോ? എന്താ പേര്? അതാണോ പേര്? ഓക്കെ, അതിനാണോ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, അനിയനുണ്ടോ? പേരൊക്കെ അതെന്താണ്? ബംഗാളിയോ? ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ എന്ത് ചോദ്യം വേണം? പിക്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചർ ഇതാ ഇപ്പൊ ടി വിയിൽ വരും. ഇപ്പൊ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതിന്റെ ആൻസർ? ഹെഡ് ബുക്ക് ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്, പക്ഷെ ആൻസർ തെറ്റാട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ ചേച്ചിയോട് അന്വേഷണം പറയണം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാബ്യൂസും ചേച്ചിയാണ് വിളിച്ചത്. പക്ഷേ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ടെസ്ബിനാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടക്കൊച്ചി. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഹലോ കിഡ്സ് കുറേ നാളായോ കാണാൻ തുടങ്ങിയിട്ട്? എല്ലാ എപ്പിസോഡും കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ ഹലോ കിഡ്സ്? ഇഷ്ടമാണോ ഹലോ കിഡ്സ്? ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ? ഓക്കെ, അവരൊക്കെ വിളിക്കാറുണ്ടോ? ഓക്കെ, ഏതാണ് ഫ്രണ്ട്? എബിൻ. ഓക്കെ ഓക്കെ, അന്ന് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻ വേണം?
പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പിക്ചർ കാണിക്കാം. അപ്പോൾ ടി വിയിൽ ശ്രദ്ധിച്ചോളൂ. പിക്ചർ ഇതാ ഇപ്പോൾ വരും. ഓക്കെ, അപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? അറിയോ? ഗിന്നസ് ബുക്ക് ആണോ? ഉറപ്പാണോ? ആരെങ്കിലും ആൻസർ പറഞ്ഞു തന്നോ? ആരാ പറഞ്ഞു തന്നത്? ചേച്ചിയാണ് പറഞ്ഞു തന്നത്. പക്ഷെ ആൻസർ കറക്റ്റ് അല്ലേ കേട്ടോ. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. അപ്പോൾ നമ്മുടെ കുറേ പിക്ചേഴ്സും കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ കോൾസ് വേഗം വന്നോട്ടെ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? നിവേദിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൈക്കുടത്തു നിന്നാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? അനിയത്തി വിളിച്ചിട്ടുണ്ട്. അനിയത്തിയുടെ പേരെന്താണ്? നിർണയ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? അനിയത്തി ഉണ്ടോ അടുത്ത്? ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി എന്താണ് പരിപാടി? ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണേന്ന്. അപ്പൊ ഇതിനു മുമ്പ് എന്താണ് പരിപാടി? ചോറ് കഴിക്കണായിരുന്നു. അപ്പൊ ഇത് വിളിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തായിരിക്കും പരിപാടി? തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, പാട്ട് പാടോ നിവേദ്യ? ചെറുതായിട്ട് പാടും. അതെന്താ വലുതായിട്ട് പാടാത്തെ? എന്നാ ചെറുതായിട്ടൊരു പാട്ട് പാടി തരുമോ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആരാ പാട്ട് പഠിപ്പിച്ചു തന്നത്? തന്നെ പഠിച്ചതാണ്? ടി വി കണ്ടു പഠിച്ചതാണോ? ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. പഠിക്കാൻ പ്ലാൻ ഇല്ലേ? നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അപ്പൊ പഠിച്ചൂടെ? ആലോചിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചർ ക്വസ്റ്റ്യൻ ഇപ്പൊ വരൂ കേട്ടോ. അപ്പൊ ടി വിയിലേക്ക് ശ്രദ്ധിച്ച് നിന്നോളൂ, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ഫേസ്ബുക്ക് ആണോ? ഉറപ്പാണോ? ആരാ ആൻസർ പറഞ്ഞെന്നേ? തന്നെ കണ്ടുപിടിച്ചതാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഫേസ്ബുക്ക് ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ബൈ ബൈ നിവേദ്യ. ഓക്കെ, അപ്പൊ നിവേദ്യയാണ് തൈക്കൊടുത്തുനിന്ന് വിളിച്ചത്. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫേസ്ബുക്ക് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? നിർണയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ വിളിച്ച നിവേദ്യയുടെ സിസ്റ്റർ ആണോ നിർണയ? യെസ്. അതെന്ത് പറ്റി? അപ്പൊ തന്നെ അടുത്ത കോള് കണക്ട് ആയല്ലോ. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണല്ലേ? ഓക്കെ, അപ്പൊ നേരത്തെ ചേച്ചി വിളിച്ചപ്പോ എന്താ സംസാരിക്കാനേ? നേരത്തെ ചേച്ചി വിളിച്ചപ്പോ എന്താ സംസാരിക്കാനേ? വേറെ കോള് വിളിക്കാന്ന് വിചാരിച്ചല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ പാട്ട് കേട്ടു. അനിയത്തി പാട്ട് പാടുവോ? ഇച്ചിരിയൊക്കെ പാട്ട് പാടും. ചേച്ചിയാണോ പഠിപ്പിച്ചത് തന്നെ? അല്ല, തന്നെയാണോ പഠിക്കുന്നത്? ഓക്കെ, അപ്പൊ ചേച്ചി കറക്റ്റ് ആൻസറും പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയുള്ള സൺഡേസും വിളിക്കില്ലേ? ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിർണയാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. ഓക്കെ, അപ്പോൾ റീബയാണ് വിളിക്കുന്നത്. എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? എടപ്പള്ളി. വേഗയാണ് വിളിക്കുന്നത്. വേദയാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എടപ്പള്ളി നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഹലോ കിഡ്സ് എപ്പോഴും കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇഷ്ടമാണോ?
ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ചേച്ചി, അമ്മ, അച്ഛൻ. ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ പഠിക്കാനൊന്നും ഇല്ലേ? എക്സാം തുടങ്ങാൻ പോവാണോ? ഓക്കെ, എന്നാണ് തുടങ്ങുന്നത്? ഒക്ടോബറിലാണല്ലേ? ഒക്ടോബർ 14 തുടങ്ങും. ഓക്കെ, 4-നാണ് തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ, ഏതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്? മലയാളമാണ്. മലയാളം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണോ? ഇപ്പൊ മലയാളത്തിലൊരു കവിത ചൊല്ലോ. കവിത. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു, കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു, കണ്ടിട്ടേയില്ല. അത്ര അറിയുള്ളൂ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ മലയാളം ടീച്ചറിന്റെ പേരെന്താണ്? ലക്ഷ്മിപ്രിയ. ഓക്കെ, അപ്പൊ ടീച്ചറാണല്ലേ കവിതയൊക്കെ പഠിപ്പിച്ചിരുന്നേ? ഓക്കെ, അപ്പൊ മലയാളമാണോ ഫേവറേറ്റ് സബ്ജക്ട്? മലയാളം ഉണ്ട്, മാത്സും ഉണ്ട്. മാത്സ് ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ പിക്ചർ ടിവിയിൽ വരും കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ, അപ്പൊ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ആൻസർ? ആണോ? ഉറപ്പാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ തെറ്റാട്ടോ. ഓക്കെ സാറില്ല, അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് വേദയാണ് വിളിച്ചത്. വേദയ്ക്ക് ആൻസർ കിട്ടിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? എൽവിനാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൈക്കുടത്തുനിന്നാണ് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? വിളിക്കുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റി? എവിടെയായിരുന്നു? മറന്നുപോയി. ഓക്കെ, അതാണ് ഞാൻ വിചാരിച്ച എക്സാമോ അല്ലെങ്കിൽ സ്കൂളിന്റെ വല്ല തിരക്കായിരിക്കും. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അപ്പൻ, ചേച്ചി, അമ്മാമ്മ, ഞാൻ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? ക്രിക്കറ്റ് ആണ് ഇഷ്ടം. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഓക്കെ, ക്രിക്കറ്റ് കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല, വെറുതെ കളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ക്രിക്കറ്റിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണല്ലേ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? ഏതായാലും മതി. എന്നാ പിക്ചർ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അപ്പോൾ അത് ആ ടി വിയിൽ ഇപ്പോൾ ഒരു പിക്ചർ വരും, അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണിത്? ഗസ് ദി വേർഡ്. ലൈറ്റ് ഹൗസ് ആണോ? ഉറപ്പാണോ? അത് ലൈറ്റ് തന്നെയായിരുന്നോ? ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനിയുള്ള സൺഡേസ് വിളിക്കണം. എന്ത് പറ്റി, ഒരു എനർജി ഇല്ലല്ലോ? നാളെ എക്സാം ആണ്, അതുകൊണ്ടൊരു മൂഡ് ഓഫ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓക്കെ, മാറി നിന്നോ? ആരാണ്? ഹലോ. മുഹമ്മദ് ഇർഫാൻ. യസാൻ. IS ആണോ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏതാണ് സ്കൂള്? ഓക്കെ, ഹലോ കിഡ്സ് കാണാറുണ്ടോ എപ്പോഴും? ആദ്യമായിട്ടല്ലേ ഇന്ന് വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇത് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കാണാൻ തുടങ്ങിയതാണോ?
അതെ, ഓക്കെ. ഏത് ഫ്രണ്ടാണ് പറഞ്ഞത്? റെയ്ഹാൻ. റേഹാൻ പറഞ്ഞിട്ടാണ് കാണാൻ തുടങ്ങിയത് അല്ലേ? ഓക്കെ ഓക്കെ. എന്നാൽ നമുക്കൊരു പിക്ചറിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ ടി വിയിൽ ഇപ്പോൾ ഒരു പിക്ചർ വരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പിക്ചർ കണ്ടിട്ട് ആൻസർ പറയണേ. ഓക്കെ, ഇതാ ഇപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? അറിയോ? സ്നോമാൻ ആണോ? ഉറപ്പാണോ? സൈഡിൽ നിന്ന് ആരാണ് ആൻസർ പറഞ്ഞു തന്നത്? ഇക്കാക്കയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്നോമാൻ ആണ് കറക്റ്റ് ആൻസർ. ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹിബ. ഹിബയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഇടക്കിടയ്ക്ക് വിളിക്കാറില്ല. ഹിബയാണോ? അതെ. അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആണോ? ഹലോ. ഹലോ. ആ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അങ്ങനെയൊന്നുമില്ലേ? ഓക്കെ, ഇപ്പോൾ അടുത്ത ആരൊക്കെ ഉണ്ട്? അടുത്ത് ഇക്കാക്ക, അനിയൻ, ഉമ്മി, വാപ്പി. ഓക്കെ, വെല്ലുമ്മ. എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണേ. ശരി. എല്ലാവരും ഹലോ കിഡ്സ് കാണുവാണോ? അതെ. അതെ, എല്ലാവർക്കും ഇഷ്ടമാണോ ഹലോ കിഡ്സ്? ആ. ഓക്കെ, എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. ഓക്കെ, ഇപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ ഇതായപ്പോൾ ടി വിയിൽ വരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പിക്ചർ കണ്ടോളൂ, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ പിക്ചർ വന്നിട്ട് എന്താണ്? ഹാൻഡ് ബാഗ് ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിബയാണ് വിളിച്ചത്. ഹിബ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഹാൻഡ് ബാഗ് ആണ് കറക്റ്റ് ആൻസർ. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമാനുവൽ ആണ് വിളിക്കുന്നത്. ഇമാനുവലിന്റെ കോൾ ഡിസ്കണക്ട് ആയി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വേഗം വേഗം വിളിച്ചോളൂ എല്ലാവരും. ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീഹരിയാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഇന്ന് എന്ത് പറ്റി, ഒരു എനർജി ഇല്ലല്ലോ ശ്രീഹരിക്ക്? അങ്ങനെയൊന്നുമില്ല. എക്സാം ഒക്കെ ആണോ? അല്ല, എക്സാം ഒന്നും ഇല്ല അല്ലേ? ഓക്കെ, വീട്ടിൽ എല്ലാവരും എന്ത് പറയുന്നു? സുഖമാണോ? ഓക്കെ, അപ്പോൾ എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണം. ഓക്കെ, വീട്ടിലെല്ലാവരും ഹലോ കിഡ്സ് കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അടുത്ത് ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? അമ്മയുടെ പേരെന്താണ്? ശ്രീജ. ഓക്കെ, അപ്പോൾ അമ്മക്കൊന്ന് ഫോൺ കൊടുക്കോ? ഹലോ. ഹലോ ആൻറ്റി, ഞാൻ ഗൗരി ആട്ടോ. ഞങ്ങൾ കാണാറുണ്ട്, പ്രോഗ്രാം കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാ. ഓക്കെ, പാട്ടൊക്കെ പാടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം കേട്ടോ. മോൻ വിളിക്കാറുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്നാൽ ശ്രീഹരിക്ക് ഫോൺ കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ വേണോ, കുസൃതി ചോദ്യം വേണോ? പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ ഇതാ ടി വിയിൽ വന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആൻസർ പറയണം കേട്ടോ. ഓക്കെ, എന്താണ് എൻ്റെ ആൻസർ? കിട്ടുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. ആണോ? ഉറപ്പാണോ? മസിലുണ്ട്, ചെയറുണ്ട്.
ഹാൻഡ് ചെയർ ആണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, കിട്ടും. ആ ഉറപ്പിച്ചോ ഹാൻഡ് ചെയർ ആണെന്ന്? ഒന്നുകൂടി ഒന്ന് കാണിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, അപ്പൊ പിക്ചർ ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഹാൻഡ് തന്നെയാണോ? അതെ, ഹാൻഡ് തന്നെയാണ്. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ച് നോക്കൂ, സിമ്പിൾ ആണ്. കിട്ടുന്നില്ലേ? മസിൽ ചെയർ ആണോ? അങ്ങനെയൊക്കെ ചെയർ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും സാരല്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ശ്രീഹരിയാണ് വിളിച്ചത്. ശ്രീഹരിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സൊക്കെ അറിയാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? അഭിനവാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തേവരയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഭയങ്കര സ്ലീപ്പി മൂഡിലാണെന്ന് തോന്നുന്നു. ഉറങ്ങുകയാണോ? അല്ലേ? പിന്നെ എന്ത് പറ്റി, ഒരു എനർജി ഇല്ലല്ലോ? ഉണ്ടോ? ആ, ഇപ്പൊ ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ സ്വിച്ച് ഇട്ട പോലെയാണ് എനർജി. പറയുമ്പോൾ പെട്ടെന്ന് വരുമോ? അതെ, അങ്ങനെയാണല്ലേ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. എക്സാം ഒക്കെ ഉണ്ടോ? ഫൈനൽ എക്സാമോ? തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ, പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫായിട്ട് തോന്നാറ്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഈസി ആണല്ലേ? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അമ്മയെല്ലാം പറഞ്ഞുതരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ എന്ത് ചോദ്യം വേണം? കുസൃതി ചോദ്യം മതി. ഓക്കെ, എന്നാൽ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിന്നോളൂ. ഓക്കെ, ചോദിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളണേ. ക്വസ്റ്റ്യൻ ഒരു തവണയെ ചോദിക്കുള്ളൂ. അമ്മയുടെ പേര് 52, മോന്റെ പേര് 42, മോളുടെ പേര് 32. അപ്പൊ അച്ഛന്റെ പേരെന്താണ്? ആ, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ ഒരവിടെ ചോദിക്കുള്ളൂ. ഓക്കെ, എന്നാ ഒന്നും കൂടി പറയാട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളണം. അമ്മയുടെ പേര് 52, മോന്റെ പേര് 32, സോറി 42, മോളുടെ പേര് 32. ഓക്കെ, അപ്പൊ അച്ഛന്റെ പേരെന്താണ്? 22. ഉറപ്പാണോ? ഉറപ്പാണല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും ആൻസർ തെറ്റാട്ടോ. ഓക്കെ, സാറില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ ഇതിന്റെ ആൻസർ അറിയാൻ ഇന്ന് ഫുള്ള് കണ്ടോളൂ. ഓക്കെ, അപ്പൊ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഹലോ കിഡ്സിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമ്രാനാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ. എടപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ടോ? എല്ലാ ദിവസവും കാണാറുണ്ട്. ഇപ്പൊ ഇന്നാണ് വിളിക്കാൻ തോന്നിയല്ലേ? ഓക്കെ, അപ്പൊ ഹലോ കിഡ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഓക്കെ, അപ്പൊ ഇമ്രാൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലാണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താ ചെയ്യാറ്? ഒന്നും ചെയ്യാറില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ? ടി വി കാണും, അല്ലാണ്ട് ഒന്നും ചെയ്യാറില്ലേ? ഫോണിൽ കളിക്കും. ഓക്കെ, അപ്പൊ വീട്ടിൽ തന്നെ ഷട്ടിൽ അങ്ങനെ എന്തെങ്കിലും കളിച്ചൂടെ? ഫുട്ബോൾ കളിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ആരാണ് കൂട്ടെ കളിക്കാറുള്ളത്? അനിയനാണ് കളിക്കുന്നത്. അനിയന്റെ പേരെന്താണ്? റെയ്ഹാൻ. ഓക്കെ, അപ്പൊ റെയ്ഹാൻ വിളിക്കാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ?
ആ ഓക്കെ, എന്നാൽ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിച്ചു. ഓക്കെ, അമ്മയുടെ പേര് 52, മോൻ്റെ പേര് 42, മോളുടെ പേര് 32. അപ്പോൾ അച്ഛൻ്റെ പേരെന്താണ്? 62. 62ഓ? ആ ഉറപ്പാണോ? ആ ഉറപ്പായിരിക്കും അല്ലേ? ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 62 എന്ന് പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ അനിയനോട് അന്വേഷണം പറയണേ. ആ ഓക്കെ, ബായ്. ഓക്കെ, ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് ഇമ്രാനാണ് വിളിച്ചത്. ഇമ്രാൻ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? മൈഥിലി. മൈഥിലിയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉദയംപേരൂർ. ഉദയംപേരൂർ നിന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അതെ. അതെ. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് കാണാറുണ്ടായിരുന്നോ? ആ, കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇന്നാണല്ലേ വിളിക്കാൻ തോന്നിയേ. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ചേച്ചി, അച്ഛമ്മ. ഓക്കെ, ഇപ്പം മൈഥിലി പാട്ട് പാടുമോ? അല്ല. പാട്ട് പാടില്ലേ? ഇല്ല. ഇല്ല, അതെന്ത് പറ്റി? ഒരു രണ്ടുപേരും ട്രൈ ചെയ്തൂടെ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഹലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അത്തിമര കൊമ്പിലെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു രണ്ടുപേരും ട്രൈ ചെയ്തൂടെ? എപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? ഏ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൂടെ? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ? അല്ലെങ്കിൽ ഇത്തിരി നീങ്ങി നിന്നാലും മതി. ഹലോ. ഓക്കെ, കേൾക്കുന്നില്ലേ? ആ, ഓക്കെ, അപ്പോൾ ഫേവറേറ്റ് പാട്ടിൻ്റെ ഒരു രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്തുകൂടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ ചെയ്യാറുണ്ട്. അന്ന് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഏ? ഇപ്പോൾ ഒന്ന് പാടി നോക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അത്തിമര കൊമ്പിലെ അത്തിമര ഇന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണ. ഓക്കെ, അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത ആരൊക്കെയുണ്ട്? ചേച്ചി ചേച്ചി മാത്രമേ ഉള്ളൂ. ഓക്കെ, ചേച്ചിയുടെ പേരെന്താണ്? മിഥുന. മിഥുന. ഓക്കെ, അപ്പോൾ ചേച്ചിക്കൊന്ന് ഫോൺ കൊടുക്കോ? ഹലോ, ഹലോ, ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് മിഥുന. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 8th-ലാ. 8th-ലാണ്. ഏതാണ് സ്കൂള്? കേവിയാണ്. ഓക്കെ, അപ്പോൾ ചേച്ചി പാട്ട് പാടുമോ? ഇല്ല, ഇല്ല, അതെന്ത് പറ്റി? അങ്ങനെയല്ല, ഞാൻ പാട്ടൊന്നും അങ്ങനെ പാടാറില്ല. പാട്ട് പാടാറില്ല. പാട്ടൊക്കെ ഇഷ്ടമാണോ കേൾക്കാൻ? ആ, അതെ. അപ്പോൾ അനിയത്തി പാടിയ പോലെ ഒരു രണ്ടുപേരും ട്രൈ ചെയ്യുന്നോ? അയ്യോ, ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഫേവറേറ്റ് സോങ് ഏതാണ്? എന്റെ ഫേവറേറ്റ് സോങ് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷാ കൂടുതലും കേൾക്കാറുള്ളത്. ഇംഗ്ലീഷാണ് കൂടുതൽ കേൾക്കാറ്. മലയാളം ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, നല്ലൊരു രണ്ടുപേരും ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ആ, കുസൃതി ചോദ്യമാണ്, അപ്പോൾ രണ്ടാളും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ആ, അമ്മയുടെ പേര് 52, മോൻ്റെ പേര് 42, ആ. മോളുടെ പേര് 32. അപ്പോൾ അച്ഛൻ്റെ പേര് എന്താണ്? 2 ആണോ? 2 ആണോ? ആ, ഉറപ്പാണോ? അതെ. ഉറപ്പാണല്ലേ? ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ഇല്ല, ഇപ്പൊ വിളിച്ചപ്പോ കേട്ടായിരുന്നു. വിളിച്ചപ്പോൾ കേട്ടു. അപ്പോൾ ഒന്ന് ലോജിക് വൈസ് ഗസ്റ്റ് ചെയ്ത് നോക്കിയതാണല്ലേ? ആ, എന്താ 2 എന്ന് പറയാൻ കാര്യം? അല്ല, എല്ലാത്തിന്റെ അവസാനം 2 ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പേരിലെ അവസാനം അച്ഛന്റെ പേര് ചേർത്തില്ലേ? ഓക്കെ, അതുകൊണ്ടാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. 2 ആണ് കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടാളും ഇനിയുള്ള സാറ്റർഡേയ്സ് ഒക്കെ വിളിക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, ബൈ. ബൈ. ഓക്കെ, ഇപ്പോൾ മൈഥിലിയും മിഥുനെയാണ് വിളിച്ചത്. രണ്ടുപേരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 2 ആണ് കറക്റ്റ് ആൻസർ. ഹലോ ഹലോ, ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആൽവിൻ. ആൽവിൻ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൈക്കുട. തൈക്കുടത്തു നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം ആൽവിൻ? ഏ?
എന്തൊക്കെയുണ്ട് വിശേഷം? കേട്ടില്ല. കേട്ടില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്? ഒന്നുമില്ല. ഒന്നുമില്ല. ഇപ്പൊ അടുത്ത് ആരാണുള്ളത്? അമ്മ, മമ്മി. അമ്മാമ്മയാണോ? ആ. ഓക്കെ, അപ്പൊ അമ്മാമ്മ എന്തോ പറയുന്നുണ്ടല്ലോ അവിടുന്ന്. ആ. കേട്ടില്ലേ? ആ, അല്ല മമ്മി എടുത്ത് പറഞ്ഞു. മമ്മി എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മാതാനഗർ. മാതാനഗറിലാണ്. നമ്മുടെ ഹലോ കിഡ്സ് എപ്പോഴും കാണാറുണ്ടോ? ആ. ഓക്കെ, തൈക്കുടത്ത് എവിടെയാണ്? തൈക്കുടത്ത് എനിക്കതറിയില്ല. അതറിയില്ല അല്ലേ? അതൊക്കെ തൈക്കുടാണെന്ന് അറിയാം. റാഫേൽ പള്ളിയുടെ അടുത്താ. റാഫേൽ പള്ളിയുടെ അടുത്താണ്. ഓക്കെ ഓക്കെ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും സുഖമാണ്? എല്ലാവരും അന്വേഷിച്ചെന്ന് പറയണേ. ആ. ഓക്കെ, എന്നാൽ ചോദ്യത്തിലേക്ക് പോയാലോ? ആ. പിക്ചർ ചോദ്യം ആവട്ടെ? ആ. ഓക്കെ, അപ്പോൾ അതാ ടി വിയിൽ ഇപ്പോൾ ഒരു പിക്ചർ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ടി വിയിൽ പിക്ചർ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? അറിയോ? ഒന്നും കൂടി കാണിക്കണോ? ചെയർ ആണോ? ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടോളൂ. ഹാൻഡ് ചെയർ ആണോ? ഹാൻഡ് ചെയർ എന്ന് പറഞ്ഞ ചെയർ ഉണ്ടോ? അറിയില്ല. ഇപ്പൊ ഹാൻഡ് ചെയർ ആണെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഹാൻഡ് ചെയർ ശരിയല്ല, തെറ്റാണ്. ഓക്കെ, സാറില്ല കേട്ടോ. അപ്പൊ എന്നാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ചോദ്യം തരാം അല്ലേ? ഓക്കെ, ബൈ. ഓക്കെ, ഇപ്പൊ ആൽവിൻ ആണ് വിളിച്ചത്. ആൽവിൻ പറഞ്ഞ ആൻസർ തെറ്റാണ്. ഹാൻഡ് ചെയർ അല്ല ആൻസർ. അപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? NAD കളമശ്ശേരി എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഡ്രോയിങ് ഒക്കെ തകർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെയൊക്കെ ഡ്രോയിങ്സ് ഇനിയും കണ്ടിന്യൂ ചെയ്യണേ. ഇപ്പൊ ഡ്രോയിങ് പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ സ്വന്തമായിട്ട് വരയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ പതിയെ ഡ്രോയിങ് ഒക്കെ പഠിച്ചു തുടങ്ങും. അപ്പൊ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രോയിങ് ഒക്കെ പഠിക്കൂ. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്. അമ്മയുണ്ട്. ഓക്കെ, അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ശ്രീജ. ശ്രീജ. അമ്മ എപ്പോഴും ഹലോ കിഡ്സ് കാണാറുണ്ടോ? അമ്മക്ക് ഹലോ കിഡ്സ് ഇഷ്ടമാണോ? ഓക്കെ, എന്നൊരു ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ചറിൻ്റെ ആളാണല്ലേ. അപ്പോൾ നമുക്ക് പിക്ചർ കാണിക്കാം. അപ്പോൾ ടി വിയിൽ ഇപ്പോൾ ഒരു പിക്ചർ വരും. അപ്പോൾ പിക്ചർ കണ്ടിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ ആ ടി വിയിൽ ഇപ്പോൾ പിക്ചർ വരും ശ്രീലക്ഷ്മിക്ക് വേണ്ടി. ഇതാ പിക്ചർ വന്നു. എന്താണ് ഇതിൻ്റെ ആൻസർ? റോങ് ചെയറോ? റോങ് ചെയറോ? സ്ട്രോങ് ചെയർ. ഉറപ്പാണോ? സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് അല്ലേ? സ്ട്രോങ് തന്നെയാണോ? ആയിരിക്കും. പക്ഷേ ശ്രീലക്ഷ്മി പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പോൾ ഇതിലും സിമ്പിൾ ചോദ്യം തരാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ബൈ ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പോൾ നമ്മുടെ NAD കളമശ്ശേരിയിൽ നിന്ന് ശ്രീലക്ഷ്മിയാണ് വിളിച്ചത്. ശ്രീലക്ഷ്മി പറഞ്ഞ ആൻസർ കറക്റ്റ് അല്ല. സ്ട്രോങ് ചെയർ അല്ല ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹനയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെട്ടൂർ നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം ഹനക്കുട്ടി? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നല്ല ക്യൂട്ട് വോയിസ് ആണല്ലോ. ആരെങ്കിലും പറയാറുണ്ടോ വേറെ ഇങ്ങനെ? ഇല്ല, ഞാനാണോ ആദ്യമായിട്ട് പറഞ്ഞേ? ആഹാ, ഓക്കെ. അപ്പോൾ അതെന്തായാലും നന്നായല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇത്താത്ത ഉണ്ട്, പിന്നെ ഉമ്മയുടെ ഉമ്മയുണ്ട്.
ഉമ്മയുടെ ഉമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണോ? ആ ഓക്കെ, ഏത് പെറ്റിനെയാണ് ഏറ്റവും ഇഷ്ടം? പേഷ്യൻ കാറ്റ്. ക്യാറ്റിനെയാണ് ഏറ്റവും ഇഷ്ടം. ക്യാറ്റ് ഉണ്ടോ വീട്ടിൽ? ഇല്ല. ഇല്ല, അതെന്ത് പറ്റി? ഇഷ്ടമാണല്ലേ, പക്ഷേ മേടിച്ചു തന്നിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ വീട്ടിൽ പറയാറുണ്ടോ എനിക്ക് ക്യാറ്റിനെ വേണമെന്ന്? ആ ഓക്കെ, അപ്പോൾ എന്തായാലും പേർഷ്യൻ ക്യാറ്റിനെയാണ് ഇഷ്ടം. ആ അതെന്താണ് ഇഷ്ടപ്പെടാൻ കാര്യം? നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണല്ലേ? ഓക്കെ, അപ്പം ഹനയുടെ ബോയ്സ് പോലെ തന്നെ ക്യൂട്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ആ എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം. പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ ചോദ്യം എന്താ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ ആൻസർ പറയാം അല്ലേ? ആ ഓക്കെ, അപ്പോൾ അതാ പിക്ചർ ചോദ്യം ഇപ്പോൾ വരൂ കേട്ടോ. ആ ഓക്കെ, ഇപ്പോൾ പിക്ചർ ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരമായിട്ട് എല്ലാവരും കഷ്ടപ്പെടുകയാണ് ഇതിൻ്റെ ആൻസർ പറയാൻ. ഇപ്പോൾ ഹനയ്ക്ക് അറിയോ? ആംഗിൾ ചെയർ. ആംഗിൾ ചെയർ ആണോ? ആ ഉറപ്പാണോ? ആ ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് പല ടൈപ്പ് ചെയർ കാണാൻ പറ്റി. അപ്പോൾ അതിൽ ആംഗിൾ ചെയർ തന്നെയായിരിക്കും ഈ ചെയർ. ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ തെറ്റാണ് കേട്ടോ. ആ ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ ആൻസർ അറിയാൻ വേണ്ടി ഷോ ഫുൾ കണ്ടോളൂ. ആ ഓക്കെ, ബൈ. ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും ഹനയാണ് വിളിച്ചത്. ഹന പറഞ്ഞ ആൻസറും തെറ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? അല്ല. അൽനയാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? സേവര. തേവരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹലോ കിഡ്സ് എപ്പോഴും കാണാറുണ്ടോ? ആ ഇതിനും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ആദ്യമായിട്ടാണല്ലേ? ഓക്കെ, ഹലോ കിഡ്സ് ഇഷ്ടമാണോ? ആ ഇഷ്ടം. ഓക്കെ, ഹെലന ഡാൻസ് കളിക്കോ? ഇല്ല. ഇല്ല, അതെന്ത് പറ്റി? ഡാൻസ് ഇഷ്ടമല്ലേ? പക്ഷെ കളിക്കാറില്ല. ഇഷ്ടമാണ്, പക്ഷെ കളിക്കാറില്ല അല്ലേ? പാട്ട് പാടാറുണ്ടോ? ഇല്ല. ഇല്ല, പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പാടാറില്ല അല്ലേ? ഓക്കെ, അപ്പോൾ വേറെ എന്താണ് ഇഷ്ടം? വേറെ മീൻ വളർത്തും. ഫിഷിംഗ് ഉണ്ട് അല്ലേ? ആ ഓക്കെ, അപ്പോൾ മീൻ വളർത്താനാണ് ഇഷ്ടം. ആ ഓക്കെ, അപ്പോൾ വീട്ടിൽ അക്വേറിയം ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്. ഉണ്ട്. വലുതാണോ? ആ കുറേ നാളായോ നോക്കുന്നത്? എല്ലാം അലിന തന്നെയാണോ ചെയ്യാറ്? ഇല്ല, ചേട്ടനുണ്ട്. ചേട്ടന് ഹെൽപ്പ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ, എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ആ ഓക്കെ, അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വേണം? പിക്ചർ. പിക്ചർ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പിക്ചർ ക്വസ്റ്റ്യൻ എന്താ ഇപ്പോൾ അലിനക്ക് വേണ്ടി ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീണ്ടും അതേ ചോദ്യം തന്നെയാണ്. ചെയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എന്താണ് അലിനക്ക് പറയാനുള്ള ആൻസർ? കച്ചേരി. എന്താണ്? കച്ചേരി. കച്ചേരി. കച്ചേരിയോ? കച്ചേരി. ആണോ? ഉറപ്പാണോ? ആ ഉറപ്പാണ്. കുറേ നേരമായിട്ട് എല്ലാവരും ഈ ക്വസ്റ്റ്യനിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അലിന ആൻസർ പറയുന്നതാണ് തോന്നുന്നത് അല്ലേ? ഇത് കറക്റ്റ് ആണെന്ന് വിശ്വാസമുണ്ടോ? കുറച്ചുണ്ട്. കുറച്ചുണ്ട്. എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 10% ഉണ്ട്. അത്രയും പെർസെൻറ്റേജ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ തെറ്റാട്ടോ. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇന്ന് ആരെങ്കിലും പറയണയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ലാസ്റ്റ് വരെ കണ്ടോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ അലിനെയാണ് വിളിച്ചത്. അലിനേക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പച്ചാളം. പച്ചാളത്തു നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കണേ. അവിടെ ഇവിടേക്ക് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അടുത്താരുമില്ലേ? ഏ അടുത്താരുമില്ലേ? ശ്രീലക്ഷ്മി ഒറ്റക്കാണോ? അടുത്ത ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. 6th. ഏതാണ് സ്കൂള്? കച്ചേരിപ്പടി. ഓക്കെ, അപ്പോൾ ഹലോ കിഡ്സിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനൊരു സുഖമില്ലല്ലോ. നല്ല അഭിപ്രായം ഒന്നും മാത്രമേ ഉള്ളൂ അല്ലേ? വേറൊന്നും പറയാനില്ലേ? വേറൊന്നും പറയാനില്ല. അതെന്ത് പറ്റി വേറൊന്നും പറയാനില്ലാത്ത?
ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പിക്ചർ ചോദ്യം മതി. പിക്ചർ ചോദ്യം മതി. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് എല്ലാവരും പല പല ചെയർ പറയുന്നു. അപ്പോൾ ഇതെന്ത് ചെയർ ആണെന്ന് ശ്രീലക്ഷ്മി പറയുമോ? ഓക്കെ, അപ്പോൾ പിക്ചർ വരൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയുള്ള പിക്ചർ ഇതാ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയറാണ്? ബൗൺസ് ചെയറോ? അപ്പോൾ ശ്രീലക്ഷ്മി പറയുന്നത് ബൗൺസ് ചെയർ ആണെന്നാണ്. ഇത് ഉറപ്പാണോ? കറക്റ്റ് ആയിരിക്കോ? അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മി പറഞ്ഞ ആൻസർ തെറ്റാണ്. ഓക്കെ, സാറില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഷോഫുൾ കണ്ടോളൂ. ആരെങ്കിലും ആൻസർ പറയണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് സൺഡേ വിളിക്കില്ലേ? ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ പച്ചാളത്തിൽ നിന്ന് ശ്രീലക്ഷ്മിയാണ് വിളിച്ചത്. ശ്രീലക്ഷ്മിക്കും ആൻസർ കിട്ടിയിട്ടില്ല. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ പ്രണവാണ്. പ്രണവാണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്? കുണ്ടന്നൂർ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛമ്മ, അച്ഛൻ, അനിയൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടല്ലേ. ആദ്യമായിട്ടാണോ ഹലോ കിഡ്സിലേക്ക് വിളിക്കുന്നത്? അല്ല, നേരത്തെ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ ഹലോ കിഡ്സിനെ കുറിച്ച്? ഇല്ല. അതെന്ത് പറ്റി? ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ? അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റുന്നെങ്കിൽ കാണാമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അനിയൻ്റെ പേരെന്താണ്? വൈഷ്ണവ്. ഓക്കെ, അപ്പോൾ വൈഷ്ണവ് ഏത് ക്ലാസ്സിലാണ്? 1.5 വയസ്സേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പോൾ വൈഷ്ണവിന് വേണ്ടിയുള്ള പിക്ചർ ചോദ്യം എന്താ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് വൈഷ്ണവ് ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ വൈഷ്ണവിന് വേണ്ടിയുള്ള പിക്ചർ വീണ്ടും വന്നിട്ടുണ്ട്. അറിയോ ഇതിൻ്റെ ആൻസർ? ആം ചെയർ ആണോ? ഉറപ്പാണോ? ഉറപ്പാണല്ലേ. ആരാണിത് പറഞ്ഞു തന്നത്? ആരെങ്കിലും പറഞ്ഞു തന്നോ, അല്ലെങ്കിൽ ഒറ്റ കണ്ടുപിടിച്ചതാണോ? ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വൈഷ്ണവ് അനിയനാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ ആൻസർ കറക്റ്റ് ആയിരിക്കുമോ? കുറേ നേരമായിട്ട് ഞാൻ പല പല ചെയറിൻ്റെ പേര് കേൾക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആം ചെയർ ആയിരിക്കുമല്ലേ? സംശയമുണ്ടോ? ഇല്ല അല്ലേ? സംശയമൊന്നും ഇല്ല. 100% ഷുവറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ കറക്റ്റ് ആട്ടോ. ആം ചെയർ കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ നേരമായിട്ട് എല്ലാവരും കഷ്ടപ്പെടുന്നൊരു ചോദ്യത്തിൻ്റെ ആൻസറാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ആം ചെയർ ആണെന്ന് തോന്നാൻ കാര്യം? ആദ്യം ഇത് തന്നെയാണോ വിചാരിച്ചേ? എന്താണ്? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ പിക്ചർ കണ്ടപ്പോൾ ആം ചെയർ ആണോ തോന്നിയത്, അല്ലെങ്കിൽ കുറേ എല്ലാവരും പറഞ്ഞ് പിന്നെ അവസാനം ഒന്ന് ഗസ് ചെയ്തതാണോ? ഇത് തന്നെയാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള സൺഡേസ് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ കിട്ടി. ആം ചെയർ ആണ് കറക്റ്റ് ആൻസർ. ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? എമിലിയാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഓക്കെ, എവിടെ നിന്നായിരുന്നു വിളിക്കുന്നത്? ചേരാനല്ലൂർ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹലോ കിഡ്സ് കുറേ നേരമായോ ട്രൈ ചെയ്യുന്നത്? കുറേ നേരമായി. എപ്പോഴും വിളിക്കാറുണ്ടോ? എല്ലാ സൺഡേസും വിളിക്കാറുണ്ട്. ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ ഹലോ കിഡ്സിനെ കുറിച്ച്? അവർ കാണാറുണ്ട്. ഓക്കെ, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? രണ്ടു മൂന്ന് പേര് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് എന്തൊക്കെയാണ്? ആദിത്യ. ഓക്കെ, അപ്പോൾ ആദിത്യ വിളിച്ചിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദിത്യയാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ? വീട്ടില് അമ്മ, പപ്പ, 2 അനിയന്മാര്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയാലോ? എന്ത് ചോദ്യം വേണം? പിക്ചർ ചോദ്യം മതി. ഓക്കെ, അപ്പോൾ എമിലിക്ക് വേണ്ടിയുള്ള പിക്ചർ ചോദ്യം എന്താ ഇപ്പോൾ ടി വിയിൽ വരും. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ആൻസർ പറയാം. ഓക്കെ, അപ്പോൾ പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടഫ് ആണോ സിമ്പിൾ ആണോ? കണ്ടിട്ടുണ്ട്,
പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ആ കണ്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്നുകൂടി കാണിക്കട്ടെ? കാണിക്കോ? ആ ഒന്നുകൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ 3 ഇമോജി ഉണ്ട്. അപ്പം ഇത് 3ഉം കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേർഡ് കിട്ടും. കിട്ടണില്ല, ഉറപ്പാണോ? ഓക്കെ, സാറില്ല. അപ്പം എന്തായാലും ആ കണ്ടിട്ടുണ്ട്, അതാണ് ഓർമ്മ വന്നത്. ഒന്നും കിട്ടുന്നില്ല അല്ലേ? ഇല്ല. ഓക്കെ, സാറില്ല. അപ്പം എന്തായാലും നമ്മളെ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മളെ എമിലിയാണ് വിളിച്ചത്. എമിലിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ. ഹലോ ഹലോ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ഹലോ ആ പറയൂ, ആരാണ് വിളിക്കുന്നത്? അഭയ? ആശ്രയ? ആഗ്രയ? സ്പെല്ലിംഗ് പറയോ? ആ ആഗ്നേയ. ഓക്കെ, ആഗ്നേയ എന്നല്ലേ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇരുമ്പനം. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. നല്ല വെറൈറ്റി പേരാണല്ലോ. വീട്ടിലെന്താ വിളിക്കാറ്? കുഞ്ഞിന്നാണ് വിളിക്കാറ്. ഓക്കെ, ഒരു പാട്ട് പാടിത്തരുമോ? പാട്ടറിയോ? ഹലോ എന്ത് പറ്റി, പാട്ട് പാടില്ലേ? കോൾ ഡിസ്കണക്റ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഹലോ പറയൂ, ആരാണ് വിളിക്കുന്നത്? ഇമാനുവൽ ആണ് വിളിക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചേരാനല്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്. 3ലാണോ? ഓക്കെ, എന്ത് പറ്റിയൊരു കൺഫ്യൂഷൻ വന്നത്? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പപ്പ, ഒരു ചേച്ചി, ഒരു അനിയൻ. ഒരു ചേച്ചി, ഒരു അനിയൻ. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ അനിയൻ്റെ പേരെന്താണ്? എഡ്വിൻ, എമിലിയ. എഡ്വിൻ, എമിലിയ. എമിലിയ നേരത്തെ വിളിച്ചോ? വിളിച്ച്. ഓക്കെ, അപ്പോൾ എമിലിയയുടെ അനിയനാണല്ലേ? ഓക്കെ, അപ്പോൾ നേരത്തെ ചേച്ചി വിളിച്ചപ്പോൾ എന്താണ് സംസാരിക്കാതെ? കിട്ടിയില്ലേ? ചേച്ചി ഫോൺ തന്നില്ലേ? ആ അതാണല്ലേ. ഷോ, തട്ടിപ്പറിച്ച് ഫോൺ മേടിക്കായിരുന്നില്ലേ? തന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വേറെ വിളിച്ചു അല്ലേ? ഓക്കെ, എന്നൊരു ചോദ്യം ചോദിക്കട്ടെ? എന്ത് ചോദ്യം വേണം? കുസൃതി ചോദ്യം മതിയോ? ഓക്കെ, അപ്പോൾ രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വേർഡ്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വേർഡ് അറിയോ? രായിൽ തുടങ്ങി രായിൽ അവസാനിക്കും. രാരീരം ആണോ? ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയട്ടെ? രായിൽ തുടങ്ങും രായിൽ തന്നെ അവസാനിക്കും. അറിയോ? രാരീരം ആണോ? ഉറപ്പാണല്ലേ? ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആൻസർ തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് സൺഡേ വിളിച്ചോളൂ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഹലോ കിഡ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു ഹലോ കിഡ്സ് എപ്പിസോഡുമായി അടുത്ത സൺഡേ വരാം. ടിൽ ദെൻ ബൈ.